നമ്മുടെ കയ്യിലൊരു റുപ്പേ വേരിയൻ്റ് ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ അത് നമുക്ക് UPI ലിങ്ക് ചെയ്ത് മറിച്ചിന് UPI പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പേഴ്സണലി ഞാൻ ഈ ഒരു കാറ്റഗറിയിൽ ഉപയോഗിക്കുന്നത് രണ്ട് വേരിയൻ്റ് കാർഡുകളാണ് പ്രധാനമായിട്ടും. ഒന്ന് കിവിയുടെ യെസ് ബാങ്കുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ക്ലിക്ക് കാർഡ്, മറ്റൊന്ന് സ്ലൈസ് സ്മോൾ ഫിനാൻസ് ബാങ്കിൻ്റെ റുപ്പേ വേരിയൻ്റ് കാർഡ്. ഇത് രണ്ടും രണ്ട് ടൈപ്പ് ഓഫ് കാർഡ്സ് ആണ്, രണ്ടും ലൈഫ് ടൈം ഫ്രീ കാർഡ്സ് ആണ്. പക്ഷേ നമുക്ക് നമ്മുടെ റിയൽ ലൈഫിലേക്ക് വരുന്ന സമയത്ത് അത് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് മാറുന്ന രീതി രണ്ടും വ്യത്യസ്തമാണ്. ഈ ഒരു കിവി കാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമലി നമുക്ക് ബേസ് ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷൻ ആണെങ്കിൽ 1.5% ക്യാഷ് ബാക്ക് ആണ്, ഓൺലൈൻ ആണെങ്കിൽ 0.5% ക്യാഷ് ബാക്ക് ആണ്. ഇതൊരു വിർച്വൽ ഉള്ള ഈ കാർഡാണ്, നമുക്ക് ഫിസിക്കൽ കാർഡോ കാര്യങ്ങളോ ഒന്നും കിട്ടുന്നില്ല. പ്രധാനമായിട്ടും സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷൻ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇറക്കുന്ന കാർഡാണ്, ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ളൊരു കാർഡാണ്. ഈ ഒരു കാർഡ് എടുത്തിട്ട് നമ്മൾ 999 രൂപ പ്ലസ് GST വർഷം കൊടുത്ത് ന്യൂൺ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞൊരു മെമ്പർഷിപ്പ് ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ് കിട്ടും. നമുക്ക് ബെനിഫിറ്റ് ഒന്നാമത്തേന്ന് പറയുന്നത് സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷൻ 1.5% ക്യാഷ് ബാക്കിന് പകരം 2% ക്യാഷ് ബാക്ക് കിട്ടും. പിന്നെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് വരുന്നുണ്ട്. 50,000 രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അതുവരെയുള്ള സ്പെൻഡിങ്ങിന് നമുക്ക് 3% ക്യാഷ് ബാക്കും ഒരു കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് ബെനിഫിറ്റും, 1,00,000 രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അതുവരെയുള്ള സ്പെൻഡിങ്ങിന് നമുക്ക് 4% ക്യാഷ് ബാക്കും വീണ്ടും ഒരു എയർപോർട്ട് ലോഞ്ച് ആക്സസും, നമ്മൾ 1.5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതുവരെയുള്ള സ്പെൻഡിങ്ങിന് നമുക്ക് 5% ക്യാഷ് ബാക്കും അതിനോടൊപ്പം തന്നെ ഒരു കോംപ്ലിമെൻ്ററി എയർപോർട്ട് ലോഞ്ച് ആക്സസ് കൂടി അഗെയിൻ ലഭിക്കും. നമ്മൾ ഈ ഒരു നിയോൺ മെമ്പർഷിപ്പ് എടുത്തിട്ട് 1.5 ലക്ഷം രൂപയുടെ മൈൽ സ്റ്റോൺ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവരുടെ ബേസ് ക്യാഷ് ബാക്കായ 2% ക്യാഷ് ബാക്ക് മാത്രമേ സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷൻ കിട്ടുകയുള്ളൂ. വീണ്ടും നമുക്ക് ഈ ഒരു മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ന്യൂ മെമ്പർഷിപ്പിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ നമ്മൾ റിന്യൂ ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ആ ഒരു മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് വീണ്ടും എഗെയിൻ നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ നമുക്കൊരു മാസം മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ലിമിറ്റായിട്ട് നമുക്ക് കിട്ടുന്ന ലിമിറ്റ് എത്രയാണോ അതിൻ്റെ 1% ആയിരിക്കും. ഇപ്പോൾ 3.5 ലക്ഷം രൂപയാണെങ്കിൽ 3,500 രൂപ വരെ ആയിരിക്കും ഒരു മാസം നമുക്ക് മാക്സിമം നേടുവാൻ സാധിക്കുന്ന ക്യാഷ് ബാക്ക്. കിട്ടുന്ന ക്യാഷ് ബാക്ക് ആദ്യം കിവി എന്ന് പറഞ്ഞൊരു കോയിൻ ഫോമിലാണ് നമുക്ക് കിട്ടുന്നത്. അത് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാം. പിന്നെ മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 100 രൂപയാണ്. 100 രൂപയുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് സ്പെൻഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് നോർമലി കിവീസ് കിട്ടുന്നത്. പിന്നെ ചില സമയങ്ങളിലൊക്കെ 100 രൂപയിൽ താഴെയുള്ള പേയ്മെന്റ് ആണെങ്കിൽ ബോണസ് ആയിട്ട് നമുക്ക് കിവീസ് കിട്ടാറുണ്ട്. ഞാൻ ഈ ഒരു കിവി കാർഡ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 2ാമത്തെ വർഷമാണ്. ഞാൻ നിയോൺ മെമ്പർഷിപ്പ് എടുത്തു. കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ മൈൽ സ്റ്റോൺ ഞാൻ അങ്ങ് ബ്രേക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എനിക്ക് കിട്ടും. പിന്നെ എനിക്ക് ബേസ് റിവാർഡ് ബെനിഫിറ്റായ 2% ബെനിഫിറ്റ് മാത്രമാണ് കിവിയിൽ കിട്ടുന്നത്. അങ്ങനെ മൈൽ സ്റ്റോൺ ഒക്കെ ബ്രേക്ക് ആയതുകൊണ്ട് ഇപ്പോൾ നിലവിൽ ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സ്ലൈസ് റുപ്പേ വേരിയൻ്റ് കാർഡാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ സ്ലൈസിൻ്റെ കാർഡിൽ നമുക്ക് പരസ്യത്തിൽ 3% ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷന് കാണാൻ സാധിക്കുമെങ്കിലും അത് ഒരു മൈൽ സ്റ്റോൺ അനുസരിച്ചാണ്. സോ മാക്സിമം അവരുടെ ഒരു മൈൽ സ്റ്റോൺ ബ്രേക്ക് ചെയ്യുന്നതിന് വേണ്ടി കൂടുതലായിട്ട് ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നത് സ്ലൈസിൻ്റെ റുപ്പേ വേരിയൻ്റ് കാർഡാണ്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ കിവി കാർഡിൽ ആദ്യം പറഞ്ഞ രീതിയിൽ 100 രൂപയുടെ മൾട്ടിപ്പിൾസ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടുകയുള്ളൂ. സ്ലൈസിൻ്റെ റുപ്പേ വേരിയൻ്റ് കാർഡിലേക്ക് വരുന്ന സമയത്ത് 1 രൂപ സ്പെൻഡ് ചെയ്താൽ കൂടി നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. 1 രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് കിട്ടുന്ന റിവാർഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് മോണീസ് എന്ന ഫോമിലാണ്. സോ എത്ര ചെറിയ പേയ്മെൻ്റ് ആണെങ്കിലും അതിൻ്റെ ബെനിഫിറ്റ് സ്ലൈസ് റുപ്പേ വേരിയൻ്റ് കാർഡിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു കാർഡ് ഇപ്പോൾ ആക്റ്റീവായിട്ട് ഉപയോഗിക്കാനുള്ള മറ്റൊരു കാരണം കിവി കാർഡിൽ നമ്മുടെ ഒരു മാസം നേടുവാൻ സാധിക്കുന്ന മാക്സിമം ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ലിമിറ്റ് എത്രയാണോ അതിൻ്റെ 1%. പക്ഷേ സ്ലൈസിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ നിലവിൽ ഇതുവരെ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അൺലിമിറ്റഡ് ബെനിഫിറ്റ് നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ കിട്ടുന്ന മോണീസ് എന്ന് പറഞ്ഞ റിവാർഡ് പോയിന്റ്, ആ ഒരു റിവാർഡ് കോയിന് പ്രത്യേകിച്ച് വാലിഡിറ്റിയോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് മോണീസ് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാം. പക്ഷേ സ്ലൈസിൻ്റെ ഈ ഒരു മോണീസ് എന്ന് പറഞ്ഞ റിവാർഡിലേക്ക് വരുന്ന സമയത്ത് അവിടെ വരുന്നൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു മൈൽ സ്റ്റോൺ ആണ്. നമ്മൾ 2% ക്യാഷ് ബാക്ക് ബെനിഫിറ്റ് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 5 ലക്ഷം മോണീസ് നമ്മൾ എപ്പോഴും നമ്മുടെ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണം. 5 ലക്ഷം മോണീസിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പ്രീവിയസ് ലെവൽ ഏതാണോ അതിലേക്ക് ഡൗൺഗ്രേഡ് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ 5 ലക്ഷം മോണീസ് എപ്പോഴും വിഡ്രോ ചെയ്യാതെ കീപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ കിവിയിൽ അങ്ങനെയല്ല. കിവിയിൽ നമുക്ക് കിട്ടുന്ന കിവീസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റായിട്ട് വിഡ്രോ ചെയ്തെടുക്കാം. അവിടെ മൈൽ സ്റ്റോൺ ഒന്നും ബാധകമല്ല. 2% നമുക്ക് ന്യൂ മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ബേസ് ആയിട്ട് കിട്ടും. സ്ലൈസിൻ്റെ റുപ്പേ വേരിയൻ്റ് കാർഡിലേക്ക് വരുന്ന സമയത്തും അതും ലൈഫ് ടൈം ഫ്രീ ആണ്. അവിടെ നമുക്ക് ഫിസിക്കൽ കാർഡും കിട്ടുന്നുണ്ട്. ഈ ഒരു കാർഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ 3% ബെനിഫിറ്റ് കിട്ടുകയില്ല. ആദ്യം നമുക്ക് 1% ബെനിഫിറ്റ് ആയിരിക്കും കിട്ടുന്നത്. സ്കാൻ ആൻഡ് പേ ട്രാൻസാക്ഷൻ ആണെങ്കിലും ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണെങ്കിലും സ്വൈപ്പ് ആൻഡ് പേ ട്രാൻസാക്ഷൻ ആണെങ്കിലും 1% ക്യാഷ് ബാക്ക് ആയിരിക്കും കിട്ടുന്നത്. ക്യാഷ് ബാക്ക് എന്ന് പറയുന്നത് മോണീസ് എന്ന ഫോമിലാണ്. നമ്മൾ എത്ര രൂപയാണ് സ്പെൻഡ് ചെയ്യുന്നത് അത്രയും രൂപയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള മോണീസ് കിട്ടും. അപ്പോൾ 100 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 മോണീസ് കിട്ടും. അങ്ങനെ നമ്മൾ സ്പെൻഡ് ചെയ്ത് നമുക്ക് കിട്ടുന്ന മോണീസ് കളക്ട് ചെയ്ത് നമ്മൾ 3 ലക്ഷം മോണീസ് കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ റിവാർഡ് ബെനിഫിറ്റ് നേരെ 1%-ൽ നിന്നും 1.5%-ആയിട്ട് മാറും. ഇവിടെ വരുന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിന്നീട് നടന്ന ട്രാൻസാക്ഷന് മാത്രമല്ല 1.5% ബെനിഫിറ്റ് കിട്ടുന്നത്. നമ്മൾ അതുവരെ നടത്തിയ ട്രാൻസാക്ഷനും 1.5% ബെനിഫിറ്റ് നമുക്ക് കിട്ടും. കാരണം നമുക്ക് കിട്ടിയ മോണീസ് നമ്മൾ റെഡീം ചെയ്യാതെ കീപ്പ് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റെ വാല്യൂ അവിടെ മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ
സ്പെൻഡ് ചെയ്ത് നമ്മൾ 5 ലക്ഷം മോണീസ് കളക്ട് ചെയ്യുന്ന സമയത്ത്, അതായത് 5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്താലാണ് ഈ ഒരു 5 ലക്ഷം മോണീസ് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ 5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് 5 ലക്ഷം മോണീസ് കളക്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റിവാർഡ് ബെനിഫിറ്റ് നേരെ 1.5% നിന്നും 2% മാറും. ഇപ്പോൾ നിലവിൽ ഞാൻ 5 ലക്ഷം രൂപ ആ ഒരു കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്തു, 2% എന്നുള്ള ബെനിഫിറ്റിലേക്ക് അത് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് 3% ബെനിഫിറ്റ് ആണ്. പക്ഷേ 3% ആ ഒരു ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വേറൊരു ടാർഗറ്റ് കൂടി വരുന്നുണ്ട്. 5 ലക്ഷം മോണീസ് നമ്മൾ കീപ്പ് ചെയ്യണം. അതിനോടൊപ്പം തന്നെ പ്രീവിയസ് 90 ഡേയ്സിൽ നമ്മുടെ ആവറേജ് ബാലൻസ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയും ഉണ്ടാവണം. സോ അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മളുടെ ഒരു 2% ബെനിഫിറ്റ് എന്ന് പറയുന്നത് 3% ബെനിഫിറ്റ് ആയിട്ട് മാറുകയുള്ളൂ. എന്തായാലും അതിലേക്ക് ഞാൻ ട്രൈ ചെയ്യുന്നില്ല. 2% എൻ്റെ ടാർഗറ്റ്. അത് ഞാനിപ്പോൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. സോ 5 ലക്ഷം മോണീസ് എന്തായാലും കീപ്പ് ചെയ്യണം. 5 ലക്ഷം മോണീസിന് മുകളിൽ ഞാൻ കളക്ട് ചെയ്യുന്ന മോണീസ് ടൈം ടു ടൈം ഞാൻ റെഡീം ചെയ്യും. എനിക്ക് ബേസ് ആയിട്ട് 2% ബെനിഫിറ്റ് കിട്ടിയാൽ മതി. അത് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ക്യാഷ് ബാക്ക് ആണ്. ഒരു സ്ലൈസിൻ്റെ റൂപേ കാർഡിൻ്റെ പ്രത്യേകത ആദ്യം പറഞ്ഞ രീതിയിൽ നമുക്ക് അൺലിമിറ്റഡ് ബെനിഫിറ്റ് ആണ് ഇപ്പോൾ നിലവിൽ ഓഫർ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ക്യാപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിപ്പോൾ ഒരു മാസം 2 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ലക്ഷം രൂപയുടെ 2% അവിടെ ബെനിഫിറ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഒരു അഡ്വാൻറ്റേജ്, ഇത് വിർച്വൽ കാർഡ് മാത്രമല്ല ഫിസിക്കൽ കാർഡും കിട്ടും. സോ 5 ലക്ഷം മോണീസ് കളക്ട് ചെയ്തതുകൊണ്ട് ഇനിയിപ്പോൾ ഫിസിക്കൽ കാർഡ് ഉപയോഗിച്ച് നമ്മൾ നടന്ന ഓഫ്ലൈൻ ട്രാൻസാക്ഷനും 2% ബെനിഫിറ്റ് കിട്ടും. അതും അൺലിമിറ്റഡ് ആണ്. ഞാനിപ്പോൾ എൻ ചെയ്ത മോണീസ് ലൈവായിട്ട് കാണിച്ചു തരാം. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഈ ഒരു സ്ലൈസ് റുപേ കാർഡിൻ്റെ സ്പാർക്ക് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്. പല ബ്രാൻഡ് ഓഫേഴ്സ് നമുക്ക് എല്ലാ വീക്കിലും കിട്ടും. ഇപ്പോൾ നിലവിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓഫേഴ്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ ഒരു സ്ലൈസിൽ നമ്മൾ എൻ ചെയ്ത മോണീസ് നമുക്ക് ഈ ഒരു അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടല്ലോ, അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ താഴെ നമുക്ക് മോണീസ് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എൻ്റെ കറണ്ട് റിവാർഡ് റേറ്റ് 2% ആണ്. കാരണം ഞാൻ 5 ലക്ഷം മോണീസ് ഞാൻ ഏൺ ചെയ്തു. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്യാം. ഇപ്പോൾ നിലവിൽ എനിക്ക് 5,58,817 മോണീസ് ഉണ്ട്. ഈക്വലൻ ടു എത്ര രൂപയെന്ന് നോക്കാം. ഇത് ജസ്റ്റ് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്താൽ മതി. ഈക്വലൻ ടു 10,116 രൂപ നമുക്ക് ഈ ഒരു റെഡീം കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാം. പക്ഷേ ആദ്യം പറഞ്ഞ രീതിയിൽ 5 ലക്ഷം മോണീസ് അക്കൗണ്ടിൽ കീപ്പ് ചെയ്താൽ മാത്രമേ 2% ബെനിഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ പ്രീവിയസ് ലെവലിലേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് തന്നെ 5 ലക്ഷം മോണീസ് കീപ്പ് ചെയ്ത് ബാക്കി മോണീസ് റെഡീം ചെയ്തെടുക്കാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ നമുക്കിങ്ങനെ ഏൺ ചെയ്യുന്ന മോണീസിന് പ്രത്യേകിച്ച് എക്സ്പയറി ഡേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കീപ്പ് ചെയ്താലും പ്രത്യേകിച്ച് പ്രശ്നമൊന്നും വരുന്നില്ല. നമുക്കൊരു 2% റേറ്റിലേക്ക് വന്നാലും അല്ലെങ്കിൽ 3% റേറ്റിലേക്ക് വന്നാലും നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ കിട്ടുന്ന റിവാർഡ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് 1%. നമ്മൾ ട്രാൻസാക്ഷൻ നടന്ന എമൗണ്ടിൻ്റെ 1% നമുക്ക് മോണീസ് കിട്ടുന്നത്. 100 രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 മോണീസ് നമുക്ക് കിട്ടും. അത് ആ രീതിയിൽ തന്നെയായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഓരോ ലെവലിലേക്ക് എത്തുന്ന സമയത്തും ചേഞ്ച് വരുന്നത് ഇവിടെയാണ്, ഈ ഒരു സെക്ഷനിലാണ്. കാരണം നമ്മൾ ഓൾറെഡി മോണീസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ അതിന് വാല്യൂ വ്യത്യാസം വരും. ഞാനിപ്പോൾ 5 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്തു, 5 ലക്ഷം മോണീസ് ആയി. അപ്പോൾ 2% റിവാർഡിലേക്ക് എത്തി. സോ ഞാൻ അതുവരെ ഏൺ ചെയ്ത മോണീസിന് വാല്യൂ എന്ന് പറയുന്നത് ആ ടോട്ടൽ സ്പെൻഡ് ചെയ്ത എമൗണ്ടിൻ്റെ 2%, അതായത് 10,116 രൂപ എന്ന രീതിയിലായി. ഇനി ഞാൻ 3% റിവാർഡ് റേറ്റിലേക്ക് എത്തിക്കുകയാൽ ഈ സെയിം മോണീസിൻ്റെ തന്നെ വാല്യൂ നേരെ മാറിയിട്ട് 3% മാറും. അതായത് 5 ലക്ഷത്തിൻ്റെ 3%, 15,000 രൂപ എന്നായിരിക്കും ഇവിടെ കാണിക്കുന്നത്. ആ രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ റിവാർഡ് റേറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കാണാം. 3 ലക്ഷം രൂപ വരെ 1% അത് പാസ് ചെയ്തു. പിന്നെ 5 ലക്ഷം മോണീസ് വരെ 1.5%, അത് ഞാൻ പാസ് ചെയ്തു. ഇപ്പം നിലവിൽ 2% എന്നുള്ള സെക്ഷനിലാണ്. ഇനി 3% കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 5 ലക്ഷം മോണീസ് ബ്രേക്ക് ചെയ്തു. അതിനോടൊപ്പം തന്നെ ആവറേജ് ക്വാർട്ടർലി ബാലൻസ് ആയിട്ട് ഇവരുടെ ആറ്റം എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലും അല്ലെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിലോ മൊത്തത്തിലെല്ലാം കൂടി ഒരു 5 ലക്ഷം രൂപ ക്വാർട്ടർലി ബാലൻസ് കീപ്പ് ചെയ്യണം. അതിലേക്ക് ഞാനിപ്പോൾ എന്തായാലും ടാർഗറ്റ് ചെയ്യുന്നില്ല. ഞാൻ 2% ടാർഗറ്റ് ചെയ്തത്. നമുക്ക് റിവാർഡ് പോയിന്റ് കിട്ടാത്ത കാറ്റഗറികൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് കിട്ടുന്നില്ല. പിന്നെ നമ്മൾ EMI ആയിട്ട് കൺവേർട്ട് ചെയ്ത ട്രാൻസാക്ഷൻ കിട്ടുകയില്ല. പിന്നെ വാലറ്റ് ലോഡിംഗ്, ഫ്യൂൽ പേയ്മെൻറ്റ്, ഇൻഷുറൻസ് കാറ്റഗറി പേയ്മെൻറ്റ്, റെൻറ്റൽ ട്രാൻസാക്ഷൻ, എഡ്യൂക്കേഷണൽ പേയ്മെൻറ്റ്, പിന്നെ ടാക്സ് പേയ്മെൻറ്റ്, ഗവൺമെൻറ് സർവീസ് പേയ്മെൻറ്റ്, ഓൺലൈൻ ഗെയിമിംഗ്, അതുപോലെ തന്നെ ഗാംബ്ലിംഗ് സ്പെൻഡിനൊന്നും നമുക്ക് ഈ ഒരു മോണീസ് കിട്ടുകയില്ല. പിന്നെ ഒരു ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ മോണീസ് കിട്ടി, ആ ഒരു ട്രാൻസാക്ഷൻ പിന്നീട് ക്യാൻസൽ ആയി റീഫണ്ടൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ മോണീസ് റിവേഴ്സ് ചെയ്യപ്പെടും. പിന്നെ നമ്മൾ ട്രാൻസാക്ഷനൊക്കെ നടത്തി, പക്ഷേ നമ്മൾ ബില്ല് എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പേ ചെയ്തില്ലെങ്കിൽ നമുക്ക് കിട്ടിയ മോണീസ് അവർ തിരികെ എടുക്കും. ഇപ്പം നിലവിൽ സ്ലൈസിൻ്റെ സ്പാർക്ക് എന്ന് പറയുന്ന സെക്ഷനിൽ അല്ലെങ്കിൽ നമ്മൾ ഓഫറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻ്റ് ആണ്. 290 രൂപയ്ക്ക് മുകളിൽ ഇത് സ്ലൈസിൻ്റെ ബിൽ പേയ്മെൻറ്റ് സെക്ഷൻ ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ എമൗണ്ട് 10% അപ് ടു 100 രൂപ നമുക്ക് ഇൻസ്റ്റൻറ്റ് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. റീചാർജ് ആണ് ബിൽ പേയ്മെൻറ്റ് കാറ്റഗറിയിൽ അപ്ലൈ ചെയ്യാം. ഇത് ഫ്ലിപ്കാർട്ടിലാണ് നെക്സ്റ്റ് ഓഫർ വരുന്നത്. നമുക്ക് 1,490 രൂപയ്ക്ക് മുകളിലുള്ള ഓർഡർ ആണെങ്കിൽ 150 രൂപ ഫ്ലാറ്റ് ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ സിപ്റ്റോയിലൊരു ഓഫർ വരുന്നത് മിനിമം പർച്ചേസ് എമൗണ്ട് 299 ആണ്, നമുക്ക് 50 രൂപ ക്യാഷ് ബാക്ക് നേടുവാനായിട്ട് സാധിക്കും. പിന്നെ ക്ലിയർ ട്രിപ്പിലാണ് അടുത്ത ഓഫർ. മിനിമം പർച്ചേസ് വാല്യൂ 790 രൂപയാണ്, നമുക്ക് 10% ക്യാഷ് ബാക്ക്
അപ് ടു 1000 രൂപ വരെ നേടുവാനായിട്ട് സാധിക്കും. അതുപോലെ ബസ് ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, ഹോട്ടലൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പിന്നെ മഗ്ഡിയിലാണ് അടുത്ത ഓഫർ വരുന്നത്. മിനിമം പർച്ചേസ് വാല്യൂ 249 രൂപയാണ്. നമുക്ക് 20% ക്യാഷ് ബാക്ക് അപ് ടു 100 രൂപ വരെ നേടുവാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി